നഴ്സിംഗ് കോളേജിന്റെ പേരിൽ മാഹി ഗവൺമെന്റ് LP സ്കൂൾ മറ്റൊരിടത്തേക്ക് മാറ്റുന്ന വിവരം സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുടെ രക്ഷിതാക്കളെ അറിയിക്കാതെ തീരുമാനമെടുത്തത് എന്തിനു വേണ്ടിയെന്നത് സംശയം ബലപ്പെടുത്തുന്നതാണെന്ന് സ്കൂൾ PTA ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മാഹിയിൽ അടച്ചുപൂട്ടിയ മറ്റു സ്കൂളുകൾ ഉണ്ടെങ്കിലും 250ഓളം കുട്ടികൾ പഠിക്കുന്ന ഗവൺമെന്റ് LP സ്കൂൾ തന്നെ തിരഞ്ഞെടുക്കാനുള്ള കാരണമെന്തെന്ന് വ്യക്തമല്ല. സർവകക്ഷി യോഗം നടത്തിയെടുത്ത തീരുമാനത്തിൽ എന്തുകൊണ്ട് രക്ഷിതാക്കളെ ക്ഷണിച്ചില്ല? കുട്ടികളുടെ സൗകര്യം മെച്ചപ്പെടുത്തുന്നതിന് പകരം വെട്ടിച്ചുരുക്കുന്നത് അവകാശ ലംഘനമാണ്. ഒരു അസംബ്ലി പോലും നടത്താൻ കഴിയാത്ത ബിൽഡിംഗിലാണോ സൗകര്യം ഒരുക്കുന്നതെന്ന് രക്ഷിതാക്കൾ ചോദിച്ചു. കുട്ടികൾക്ക് ക്യാൻറ്റീൻ സൗകര്യങ്ങളോ കളിസ്ഥലങ്ങളോ ഇല്ലാത്ത ഇടം കുട്ടികളുടെ മാനസികമായും കായികമായും ഉള്ള ഉല്ലാസങ്ങളെ തടസ്സപ്പെടുത്തുന്നതാണ്. കളിസാധനങ്ങൾ വാങ്ങാൻ ഫണ്ട് നൽകുന്നുണ്ട്. പുതിയ ബിൽഡിംഗിൽ കുട്ടികൾ എവിടെ പോയി കളിക്കും? നമ്മൾ വികസനത്തിന് എതിരല്ല. സ്കൂൾ മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് രക്ഷിതാക്കളുമായി ആശയവിനിമയം നടത്താതെയുള്ള അധികൃതരുടെ തീരുമാനം ആശങ്ക ഉയർത്തുന്നു. തീരുമാനങ്ങൾ രേഖാമൂലം അറിയിക്കാൻ അധികാരികൾ തയ്യാറാവണമെന്ന് വാർത്താ സമ്മേളനത്തിൽ സ്കൂൾ PTA പ്രസിഡന്റ് സാബിർ കിഴക്കിയിൽ, ഷിബു കാളാണ്ടിയിൽ, ഷിറോന ഐഷ B, മുഹമ്മദ് ഷെനീസ്, പർവീൻ റഹീസ് എന്നിവർ അറിയിച്ചു. ഇതിന്റെ സമര പരിപാടിയുടെ മുന്നോടിയായി നമ്മൾ സ്കൂൾ പരിസരത്ത്, സ്കൂൾ ഗേറ്റിന് പുറത്ത് സമാധാനപരമായി ഒരു ധർണാ സമരം സംഘടിപ്പിച്ചിരുന്നു. അതിനുശേഷം RE ഓഫീസ് പരിസരത്ത് മറ്റൊരു സമരം സംഘടിപ്പിച്ചിട്ടുണ്ട്. സ്കൂൾ വിദ്യാർത്ഥികൾ സ്വയം തെരഞ്ഞെടുത്ത പോണ്ടിച്ചേരി ലഫ്റ്റനന്റ് ഗവർണർക്ക് പോസ്റ്റ് കാർഡ് രൂപത്തിൽ അവരുടെ പരാതികൾ, അവരുടെ അഭിപ്രായങ്ങൾ രക്ഷിതാക്കളുടെ സഹായം ഇല്ലാതെ തന്നെ അവർ ചെയ്തിട്ടുണ്ട്. നാളെ വരാനിരിക്കുന്ന ഗവർണറെ കാണാൻ PTA അപ്പോയിന്റ്മെന്റ് എടുത്തു എന്നറിഞ്ഞപ്പോൾ